ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഒരു വടക്കൻ വീരഗാഥ ഇറങ്ങി 16 ദിനങ്ങൾ പിന്നിടുന്നു. മൂന്നാം വാരത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമ ഇന്ന് 36ഓളം തിയേറ്ററുകളിൽ 50-ന് മുകളിലുള്ള ഷോകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ശനിയാഴ്ച ഒരു സൂപ്പർ സാറ്റർഡേ ആയി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഓറഞ്ച് അലർട്ട് വന്നിരിക്കുന്ന തിയേറ്റർ തന്നെയാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് ഓറഞ്ച് അലർട്ട് തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. 50ഓളം തിയേറ്ററുകൾ അല്ലെങ്കിൽ 50ഓളം ഷോകളുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. എന്നിരുന്നാലും എടുത്തു പറയാനുള്ളത്, ഇന്ന് എറണാകുളം ലുലു മാളിൽ നോക്കുകയാണെങ്കിൽ വൈകുന്നേരം 4:20-നുള്ള ഷോ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് റോസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ബുക്കായിരിക്കുന്നത് കാണാം. അതായത് ഇതിന് നല്ല ഡിമാൻഡ് തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ കാണാൻ. ഒരുപാട് പേർ പറയുന്നു, ഇപ്പം മലപ്പുറം അതേപോലെ തന്നെ കോഴിക്കോട് സൈഡിലേക്കുള്ള ഒരുപാട് ആളുകൾ വന്ന് പറയുന്നു അവിടെ സിനിമ എത്തിയിട്ടില്ല, അവരുടെ തൊട്ടടുത്ത് ഒരുപാട് പേർ കാണാനുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ അതേപോലെ ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ആളുകൾ ഈ സിനിമ കാണാൻ, കായംകുളത്തും ഒരുപാട് ആളുകൾ ഈ ഒരു സിനിമ കാണാൻ, കൊല്ലം അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഈ സിനിമയ്ക്ക് നല്ല ഡിമാൻഡുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അവിടെയൊന്നും സിനിമ ഇറക്കിയിട്ടില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് അറിയില്ല. കാരണം ഒരുപാട് പേർക്ക് ഇത് സിനിമ കാണണം. ഇത് പ്രത്യേകിച്ച് ഈ ഒരു സിനിമയുടെ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫാൻ ബേസ് മൂവിയൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് തിയേറ്ററുകളിൽ പോകാത്ത, പണ്ട് സിനിമ കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജെനുവിനായിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഒരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് എന്തുകൊണ്ടോ അവർ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇതിനോടകം തന്നെ സിനിമ 1,35,00,000 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ കളക്ഷൻ വന്ന കളക്ഷൻ. അത് പ്രൊഡ്യൂസർ എടുത്തോടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല എന്നുള്ളതാണ്. പക്ഷേ സിനിമ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപാട് പേരുടെ കമൻസിലൂടെ കാണുമ്പോൾ, ഇത് അണിയറയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ഷോയോ 2 ഷോയോ ഒക്കെ നിങ്ങൾക്ക് ചാർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടുന്നതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾക്ക് വേണ്ടത് സാധാരണക്കാരായ ഒരുപാട് പേർ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് കാണുക എന്നുള്ളതാണ്. അതായത് എന്നും ഈ ഒരു സിനിമയുടെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ഒരു നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഇനി വരുന്ന നൂറ്റാണ്ടിലെയും ഏറ്റവും അത്ഭുതകരമായ ചിത്രം, നമ്മൾ കാണാൻ കൊതിക്കുന്ന ചിത്രം എന്ന് തന്നെ പറയുമ്പോൾ, നീണ്ട 36 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ എത്തുമ്പോഴും ജനങ്ങൾ നൽകിയ സപ്പോർട്ട് അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം അണിയറയിൽ ആളുകൾ കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആഗ്രഹമുള്ള ഏരിയയിൽ ഒരു തിയേറ്ററിൽ ഒരു ഷോ എങ്കിലും വെച്ച്, അതായത് നൈറ്റ് ഷോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷോ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ ഉപകാരപ്രദമാകുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ലുലു മാളിലും നമുക്ക് ഓറഞ്ച് അലർട്ട് കാണാൻ കഴിയുന്നു. ഇവിടെ ബാക്കിയുള്ള തിയേറ്ററുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എവിടെയും നല്ല തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 2 ഷോ ഈവനിങ്ങിൽ ഉണ്ടെങ്കിൽ 2ഉം ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ തന്നെയാണ്. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഇന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.